എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ സിനിമക്കാരെ യൂട്യൂബർമാർ വെച്ചരിയുന്നൊരു സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ കണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ അവർ തമ്മിലടിക്കുന്നൊരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയൊരു പവർ ഗ്രൂപ്പ് നിലവിൽ വരാനുള്ളൊരു സാഹചര്യം നമ്മൾ കുടലെടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനെതിരെ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം വന്ന പുള്ളി എങ്ങനെ നേരിടും എന്ന് നിങ്ങൾക്കറിയണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. ഈ മുഖം ഇടയ്ക്ക് കാണണം എന്നൊരു പോരായ്മ മാത്രമേ കാണത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുളിക്കുള്ളൂ. നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോ, പോസിറ്റീവ് കമൻറ്റ് ചെയ്തോ, നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്തോ. പക്ഷേ എന്തിനാണ് എന്നെ ചീത്ത വിളിക്കുന്നതെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലാക്കാനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് കമൻറ്റ് ഇല്ലേ, ചീത്ത വിളിക്കുന്നവരോടാണ്. എന്തിനാണെന്നൊന്ന് പറഞ്ഞു തരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ അതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ചുമ്മാ ഒന്ന് കണ്ടോ. സെപ്റ്റംബർ 12 റിലീസാണ്. നമ്മുടെ സുഹൃത്ത് ജിതനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എഫർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്, 3D സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ സെപ്റ്റംബർ 12 നാളെ തന്നെ കിഷ്കിന്ദ കണ്ടം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ റിലീസാവുന്നുണ്ട്. ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്ന് അതിന്റെ ഭയങ്കര ട്രെയിൻ ആയിട്ടുള്ള ട്രെയിലർ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പോ ആള് ഞാനാണ്. സെപ്റ്റംബർ 13 അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പുള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കണക്കൻ ഇടിപ്പടം വരുന്നുണ്ട്. കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം. ആ ഒറ്റ ട്രെയിലർ മതി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ. ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ അതായത് രമണ, നമ്മളിപ്പോൾ മറ്റേ ചില ഇതിലൊക്കെ കാണിക്കത്തില്ലേ, നൻപനകത്ത് ഇവൻ അവനെ ചുണ്ടുന്നു, അവൻ ഇവനെ ചുണ്ടുന്നു, ഇവൻ അവനെ ചുണ്ടുന്നു, അതുപോലൊരു സംഭവം. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ഇവരുടെ 3 പേരുടെ സിനിമ ഇവൻ അവനെയും അവൻ ഇവനെയും ഇവൻ ഇവനെയും വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേനും നമ്മുടെ ഒമർ ലുലു, മറ്റേ പിരികം പൊക്കിയ ഒമർ ലുലുവിൻ്റെ ഒരു പടം റിലീസാകുകയാണ്. ആ പടവുമായിട്ട് ബന്ധപ്പെട്ട് ആ പടത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷീലു എബ്രഹാം എന്ന് പറഞ്ഞ നടി രംഗത്ത് വരികയുണ്ടായി. ആ നടിയുടെ പടം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടോളൂ. എന്നിട്ട് ആ നടിയിട്ട പോസ്റ്റ് ഇതാണ്: പ്രിയപ്പെട്ട ടോവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നതിന് നന്ദി. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമേ ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തവർ എന്തരല്ലോ വേട്ടെ. എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ പടങ്ങളും അങ്ങനെ കുറേ പടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ ചിത്രം ഓണം റിലീസ് തന്നെയാണ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ. നാളെ നിങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്, അങ്ങനെ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ഇട്ടു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു സംശയം, അവരെവിടെങ്കിലും ഞങ്ങളുടെ 3 പേരുടെ പടം മാത്രമാണ് ഈ ഓണത്തിന് റിലീസാകുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് ചിന്തിച്ചപ്പോഴത്തേനും ഇവരതിൽ അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ അവർ 3 പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേനും ഇനി ആ പടത്തിന് കൂടുതൽ ആൾ കയറുമെന്ന് കരുതിയിട്ടാണോ, അതോ ഇവരുടെ എന്തെങ്കിലും വേറെ പ്രൊമോഷൻ ടെക്നിക്കാണോ എന്ന് നമുക്കറിയില്ല. കാരണം എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം, ഇതിന് ഒമർ ലുലു റീട്വീറ്റല്ലോ വേറൊരു പോസ്റ്റ് ഇട്ടു. ആദ്യം ഒമർ ലുലു ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, മമ്മൂക്കായുടെയോ ലാലേട്ടൻ്റെയോ പടം ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നോ? ചോദിച്ചിനോടെ മറന്നു കേട്ടോ, 3 കുത്താട്ടെ. പിന്നെ ബസൂക്കയും ബറാസോയും പരാമർശിക്കാതെ വീഡിയോ ഇവർ ചെയ്തിടുമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഒമർ ലുലു ചോദിച്ചേക്കുന്നത്. അതിനുശേഷം ഇത് മറ്റേ ആ സാധനം ഷെയർ ചെയ്തു. ഏതാ നമ്മുടെ ആ നടിയുടെ സാധനം ഇദ്ദേഹം ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള സാധനങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് എനിക്കിതിനിയും അതിൻ്റെ മറവിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണോ ഇത് എന്നൊരു സംശയമുണ്ടായത്. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് പിന്നെ പവർ ഗ്രൂപ്പും കുന്തവും കുറച്ചക്കറൊക്കെ ഹിറ്റായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്നു. ഇനി ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സംശയം തോന്നാനുള്ള മറ്റൊരു കാരണം, ഇവരിതിനകത്തോട്ട് മമ്മൂക്കയെ ലാലേട്ടനെയും പിടിച്ചു വലിച്ചിട്ടതാണ്. ഫോർ എക്സാമ്പിൾ,
ഞാനും എൻ്റെ ഒരു ആത്മാർത്ഥ മിത്രത്തിൻ്റെ പടവും ഇറങ്ങുന്നു, എൻ്റെ പടവും ഇറങ്ങുന്നു. ഞാൻ എൻ്റെ പടവും ആത്മാർത്ഥ മിത്രത്തിൻ്റെ പടവും പ്രൊമോട്ട് ചെയ്യും. അല്ലാതെ അങ്ങേ മൂലയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ, അവനെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ അവനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണോ? അങ്ങനെ ചെയ്യുമോ? ഇപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധമുണ്ട്, സുഹൃത്തിൻ്റെ പടം പ്രൊമോട്ട് ചെയ്യുന്നത്, അതിന് വേർത്ത് എന്നിട്ട് നീ ആരോട് വെച്ചിട്ടാണ് നിൻ്റെ പടം പ്രൊമോട്ട് ചെയ്തത്, നീ എന്താ എൻ്റെ പടം പ്രൊമോട്ട് ചെയ്യാൻ, എൻ്റെ പടത്തിൻ്റെ പേര് നീ എന്താ പറയാഞ്ഞെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറ്റപ്പ് ആവും. എനിക്ക് ആ ടെക്നിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇനി ഇതിനോടനുബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനോട് ചോദിച്ചു. ഒന്നും പോരാത്ത ധ്യാനിനോട് വന്ന മറുപടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കണ്ടിട്ട് പോയോ? ചേട്ടാ, നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ വെക്കാറ്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകും, കായികപരമായിട്ട് സംഭവിക്കുവാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ചോദ്യം എന്നോട് ചോദിച്ചത്, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലെ ഞാൻ ആദ്യം പോയി അടിക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് ആണോ? ഞാൻ അതെ. ഈ ആങ്കറെ നിങ്ങൾ കണ്ടോ? ഒരു സ്വല്പം ബുദ്ധി ഉണ്ടായിരുന്ന നമുക്ക് മന്ദബുദ്ധി നിങ്ങൾ വിളിക്കായിരുന്നു. ചേട്ടനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ നേരിടും? എന്തൊക്കെ അറിയണം. മര്യാദയ്ക്ക് അവൻ സമാധാനമായിട്ട് അവൻ്റെ പടവും പ്രൊമോട്ട് ചെയ്ത് അവൻ കുറേ തമാശയൊക്കെ പറഞ്ഞ് അവൻ്റെ പാട്ടിന് അവനോട് പോയി ചോദിക്കുക, ചേട്ടൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ എങ്ങനെ നേരിടുമെന്ന്. അത് ധ്യാനായോണ്ട് മാത്രം അതൊരു തമാശ രീതിയിൽ ഉത്തരം പറഞ്ഞങ്ങ് പോയി. വേറെ വല്ലവനുമായിരുന്നെങ്കിൽ. എന്നിട്ട് എനിക്ക് കുട്ടിയെ സംശയമുണ്ട്, ഈ കുട്ടി ധ്യാനെതിരെ ഇത്തരത്തിലുള്ള ആരോപണമായിട്ട് വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിൻ്റെ കാരണം ഈ കുട്ടി ഇവിടെ നിർത്തിയിട്ടില്ല, ട്രിഗർ ചെയ്ത് കുറേ ചോദിച്ചു, ധ്യാൻ അതിനെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അടുത്തൊരു സാധനം കൂടെ കാണിച്ചു തരാം, കണ്ടുപോയോ? നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പരീക്ഷ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞില്ല എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യുന്നത്? നിന്റെ ചാലയാ മുടിക്കും. എന്താ സംഭവം പറ്റുന്ന അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ നിനക്കോടുള്ള എല്ലാ തരം കിട്ടുക. എന്തിനെങ്കിലും ഫേമസ് ആകണം. അതാണ് സംഭവം. എങ്ങനെയും എനിക്കൊന്ന് പോപ്പുലർ ആവണം. അത് തന്നെയാണ് ഈ മുന്നോട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വന്ന എല്ലാവരുടെയും പ്രശ്നം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് പോപ്പുലർ ആവണം. അത് നമ്മുടെ ഇപ്പോൾ അജിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടില്ലേ? കാണണം. അവനും ഇത് തന്നെ, എന്തുകൊണ്ടെങ്കിലും കാണിച്ചിട്ട് മറ്റുള്ളവരെക്കാട്ടിലും എനിക്ക് പോപ്പുലർ ആവണം, എനിക്ക് കൂടുതൽ റീച്ച് കിട്ടണം, എൻ്റെ വീഡിയോ കയറണം. പക്ഷേ മിസ് കുട്ടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും നിങ്ങളുടെയും നിങ്ങളുടെ ചാനലിൻ്റെയും നിലവാരം വല്ലാണ്ട് ആൾക്കാരങ്ങ് അളക്കും. അതായത് ഒരുപാട് നല്ല ചാനലുകൾ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തട്ടിച്ച് നോക്കുമ്പോഴത്തേനും, അതായത് ഫോർ എക്സാമ്പിൾ റിവ്യൂ പറയുന്ന അശ്വിന്ത് കോക്കും ആറാട്ടണ്ണനും തമ്മിലുള്ള വ്യത്യാസം പോലെ ആയിപ്പോൾ നിങ്ങളുടെ ചാനലും മറ്റ് ചാനലിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഒന്നുകിൽ കുട്ടി സന്തോഷ് പ്രേമിയൊക്കെ കഴിച്ച് കുറച്ച് ബുദ്ധി ഉണ്ടാക്കി നല്ല ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ചാനൽ ഈ കുട്ടിക്ക് ഇച്ചിരി ട്രെയിനിങ് ഒക്കെ കൊടുത്തുന്ന സെറ്റപ്പാക്കി എടുക്കുക. ഇത് മാത്രമല്ല, ധ്യാനോട് വീണ്ടും പറഞ്ഞു ചോദിച്ചു, ഇതോടെ ധ്യാൻ എതിരായി കേട്ടോ. ധ്യാൻ തിരിച്ച് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടോ? ഇഷ്ടപ്പെട്ട മൂവി ഏതെന്നറിയാമോ? ഞങ്ങളുടെ എല്ലാവരുടെ ക്രഷാണ്. ചേട്ടാ ഒരേ മുഖം എന്നുള്ള മൂവി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറായിരുന്നു. അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ നീ എഴുതി കൊണ്ടുതരേണ്ടതൊക്കെ എക്സ്ട്രീം ട്രോൾ. അതായത് പുള്ളിക്കാർ തിരിച്ചു പറയുന്ന ട്രോളാണെന്ന് പോലും ആ പാവത്തിന് മനസ്സിലായിട്ടില്ല. എന്തൊരു ചെയ്യാനെന്ന് പറയാം. നമ്മുടെ ഈ ഇതിനകത്തൊക്കെ ഇപ്പം നിവിനെതിരെ ആരോപണം വന്നപ്പോഴും മുകേഷിനെതിരെ ആരോപണം വന്നപ്പോഴൊക്കെ അവർ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞ് അവരെല്ലാം നിഷ്കളങ്കരാണ്. കാരണം കൃത്യമായി കള്ളം പറയാൻ പോലും അവർക്ക് അറിയത്തില്ല. അതുപോലെയാണ് ഈ കുട്ടിക്ക് പുള്ളിക്കാരൻ ട്രോളുവാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് നിലവിൽ അപ്പോൾ ഈ ധ്യാനോടൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളോട് നിലവിൽ വന്ന ആരോപണങ്ങൾ പോലും ശരിയാണോ തെറ്റാണോ നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഒരു ആരോപണം ഇല്ലാതെ പോകുന്നവൻ്റെ പടലേക്കോട്ടിയായിട്ട് കയറുന്നത്. നിലവിൽ ഇതെല്ലാം തെളിയട്ടെ, ആരോപണങ്ങൾ വരട്ടെ. വരുന്ന ആരോപണങ്ങൾ ഒന്നെങ്കിൽ ഇവർ ജയിക്കട്ടെ അല്ലെങ്കിൽ അവർ ജയിക്കട്ടെ. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ. കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിലും മറ്റ് ഇൻഡസ്ട്രികളിലും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇതിനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ വിവരമില്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കാൻ നിൽക്കില്ല. അല്ലെങ്കിൽ ചോദിക്കുന്നെങ്കിലും അതിൻ്റെ ഒരു മാന്യത കീപ്പ് ചെയ്ത് ചോദിക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കുക. ഈ ചോദ്യം തന്നെ മാന്യമായിട്ട് ഇതിന് മുമ്പ് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ധ്യാനത്തിൽ പറയുന്നുണ്ട്, അവൻ വിവരത്തോടെ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കാണുക. ഞാൻ നോക്കട്ടെ, ലിങ്കൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തതിനകത്തൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവേത് കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.